നമസ്കാരം. റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവും അമേരിക്കൻ കോൺഗ്രസ് അംഗവുമാണ് റൈലി എം മൂർ. ഇയാൾ കടുത്ത ഇന്ത്യ വിരുദ്ധനായി അറിയപ്പെടുന്നു. കഴിഞ്ഞ ദിവസം ഇയാൾ ഒരു പോസ്റ്റ് ഇട്ടു. ക്രിസ്ത്യൻസ് ഹാവ് ബീൻ ഇൻ ഇന്ത്യ സിൻസ് സെന്റ് തോമസ് ദി എപ്പസ്തോൽ ട്രാവൽ ടു ദി മലബാർ കോസ്റ്റ് ജസ്റ്റ് ഡിക്കേഡ്സ് ആഫ്റ്റർ ദി റിസറക്ഷൻ ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റ ഏറെ വൈകാതെ തോമസ് ലീഹ മലബാർ കോസ്റ്റിലെത്തുകയും ക്രിസ്ത്യൻ മതം ആരംഭിക്കുകയും ചെയ്തു. ബട്ട് ഡിസ്പൈറ്റ് ദിസ് ലോങ് ക്രിസ്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യസ് പാർലമെന്റ് ഈസ് കൺസിഡറിംഗ് amending foreign contribution regulation amendment rules to permit takeovers of churches and religious charities. ഇങ്ങനെ വലിയൊരു ക്രിസ്ത്യൻ പാരമ്പര്യം ഉണ്ടെങ്കിലും അതൊന്നും പരിഗണിക്കാതെ ഇന്ത്യയുടെ പാർലമെന്റ് FCRA നിയമം അമെൻഡ് ചെയ്യാനും അതുവഴി പള്ളികളും പള്ളികളുടെ ചാരിറ്റികളും ഏറ്റെടുക്കാനും നീക്കം നടക്കുന്നു. This is a clear attack against Christians. If this bill proceeds in this way, it would be a point of major concern in our bilateral relationship with India. ഇത് ക്രിസ്ത്യാനിറ്റിക്കെതിരെയുള്ള ആക്രമണമാണ്. ഈ ബില്ല് ഇങ്ങനെ മുമ്പോട്ട് പോവുകയും ഇത് പാസ്സാക്കുകയും ചെയ്താൽ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള പരസ്പര ബന്ധത്തെ ഇത് ഗൗരവമായി ബാധിക്കും. റൈലി മൂർ എന്ന് പേരുള്ള ഈ മാന്യനോട് പറയാനുള്ളത്, ഇന്ത്യയുടെ കാര്യം ഇന്ത്യ നോക്കിക്കോളും, നിങ്ങളുടെ കാര്യം നിങ്ങൾ നോക്കിയാൽ മതി എന്നാണ്. താങ്കളെ അമേരിക്കൻ കോൺഗ്രസിലേക്ക് ജനങ്ങൾ തെരഞ്ഞെടുത്ത് വിട്ടത് അമേരിക്കൻ ജനതയ്ക്ക് വേണ്ടി നിയമം നിർമ്മിക്കാനാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ പാർലമെന്റിലേക്ക് 540 പേരെ ഞങ്ങളും തെരഞ്ഞെടുത്തിട്ടുണ്ട്. കൂടാതെ ഞങ്ങൾക്ക് രാജ്യസഭയുമുണ്ട്. ഞങ്ങളുടെ ഭരണഘടനയാണ് അതിനുള്ള സാഹചര്യം ഒരുക്കി തന്നിരിക്കുന്നത്. ഞങ്ങൾ അമേരിക്കയിലേക്കാൾ വ്യത്യസ്തമായി നേരിട്ട് ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികളാണ് ഈ സഭയിലേക്ക് എത്തുന്നത്. അവർ കൂടിയിരുന്ന് ആലോചിച്ച് ചർച്ച ചെയ്ത് വോട്ടിനിട്ട് തീരുമാനിക്കും ഈ രാജ്യത്ത് എന്ത് നിയമം നടപ്പിലാക്കണമെന്ന്. അമേരിക്കയുടെ താല്പര്യം സംരക്ഷിക്കാനോ അമേരിക്കൻ സെനറ്ററുടെ ആഗ്രഹം സാധിക്കാനോ അല്ല ഈ രാജ്യത്ത് നിയമം കൊണ്ടുവരുന്നത്. ഈ നിയമം ഇവിടെ കൊണ്ടുവരുന്നതിനോട് എതിർപ്പുണ്ടെങ്കിൽ ആ എതിർപ്പ് ചൂണ്ടിക്കാണിക്കാനും അതിലുള്ള വിയോജിപ്പുകൾ രേഖപ്പെടുത്താനും ഇവിടെ സംവിധാനങ്ങളുണ്ട്. ഏതാണ്ട് 1 വർഷം മുമ്പ് പാർലമെന്റിൽ ഈ ബില്ല് അവതരിപ്പിച്ചത് ഇതുമായി ബന്ധപ്പെട്ട പാർട്ടികൾക്ക് എന്തെങ്കിലും കൺസേൺ ഉണ്ടെങ്കിൽ അതറിയിക്കാനാണ്. അത് അറിയിച്ചിട്ടുണ്ട്. അതനുസരിച്ചുള്ള പരിഹാരങ്ങളുണ്ടാവും. ഭരണഘടന അനുശാസിക്കുന്നത് പോലെ ഈ നിയമം പാസ്സാക്കി നടപ്പിലാക്കും. ആ നടപ്പിലാക്കുന്നതിൽ എന്തെങ്കിലും ഭരണഘടനാ വിരുദ്ധതയുണ്ടെങ്കിൽ ഇതിന് ഇരയാകുന്നവർക്ക് നമ്മുടെ രാജ്യത്ത് ഹൈക്കോടതികളിലും സുപ്രീം കോടതികളിലും പോയി ഇതേക്കുറിച്ച് വാദിക്കാം. നിയമവിരുദ്ധമാണെങ്കിൽ, ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെ താല്പര്യം ഹനിക്കുന്നതാണെങ്കിൽ കോടതി നോക്കിക്കോളും. അതിന് അമേരിക്കൻ കോൺഗ്രസ് സംഘത്തിൻ്റെ അനുമതിയോ അഭിപ്രായമോ വേണ്ട. പ്രിയപ്പെട്ട സാഹിബ്, അമേരിക്കൻ കോൺഗ്രസിലേക്കാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്, ഇന്ത്യൻ പാർലമെന്റിലേക്കല്ല എന്ന് തിരിച്ചറിയുക. ഇന്ത്യയുടെ ഭരണം ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത് അന്തസ്സായി ഭരിക്കാൻ അറിയാവുന്ന ഒരു ഭരണകൂടത്തെയാണ്. ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടി അവർ നിയമം നിർമ്മിക്കും, നിയമ ഭേദഗതി വരുത്തും. ഞങ്ങൾക്ക് ഭിന്നതയുണ്ടെങ്കിൽ ഞങ്ങളത് തുറന്നു പറയാൻ വഴികളുണ്ട്. അത് അംഗീകരിക്കേണ്ടതാണെങ്കിൽ അവരത് അംഗീകരിക്കും. ഇനി അവർ നിർമ്മിക്കുന്ന നിയമം ഞങ്ങളുടെ ജനാധിപത്യത്തിനും ഭരണഘടനയ്ക്കും എതിരാണെങ്കിൽ അത് കോടതി നോക്കിക്കോളും. കോടതിയും നോക്കുന്നില്ലെങ്കിൽ ജനങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ അതിന് ചുട്ട മറുപടി കൊടുത്തോളും. നാണമുണ്ടോ ഇന്ത്യയിൽ ഇങ്ങനെ കുത്തിത്തിരിപ്പ് നടത്താൻ? ഒരു കാര്യം അങ്ങ് പറഞ്ഞത് സത്യമാണ്. ഇന്ത്യയിൽ ക്രൈസ്തവ ജനസംഖ്യ കുറഞ്ഞു വരുന്നു. അതിൻ്റെ ഉത്തരവാദിത്വം ഭരണകൂടത്തിനല്ല, നേരെ മറിച്ച് ക്രൈസ്തവ സമൂഹത്തിന് തന്നെയാണ്. അവർ കയ്യിൽ 10 കാശ് കിട്ടിയാൽ ഉടൻ നാട് വിടും. സായിപ്പിൻ്റെ നാട്ടിലേക്കാണ് ഭൂരിപക്ഷം പേരും ചേക്കേറുന്നത്. മക്കളെ ഉണ്ടാക്കുന്ന കാര്യത്തിൽ മടിയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇവിടെ ജനസംഖ്യാനുപാതികമായ വ്യത്യാസം വരും. അതിന് പരിഹാരമുണ്ടാക്കാൻ സായിപ്പിന് കഴിയുകയില്ല. അങ്ങ് പറഞ്ഞതുപോലെ യേശുക്രിസ്തുവിൻ്റെ കാലം മുതൽ ഇവിടെ ക്രൈസ്തവർ ജീവിക്കുകയാണ്. ഒരു ക്രൈസ്തവനും ഈ രാജ്യത്ത് അവൻ്റെ മതത്തിൻ്റെ പേരിൽ, അവൻ്റെ വിശ്വാസത്തിൻ്റെ പേരിൽ ഒരു ഭരണകൂടത്താലും വേട്ടയാടപ്പെടേണ്ടി വന്നിട്ടില്ല. എക്കാലത്തും അവനവൻ്റെ മതവും വിശ്വാസവും കാത്തു സൂക്ഷിക്കാൻ അവന് അധികാരമുണ്ട്. അല്ലെങ്കിൽ തന്നെ ഈ സായിപ്പ് എന്ത് കണ്ടിട്ടാണ് ഇത് പറയുന്നത്? ഈ നിയമത്തിൽ എവിടെയാണ് ഇത് ക്രൈസ്തവരെ ഇല്ലാതാക്കാൻ, ക്രൈസ്തവ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കാനാണ് എന്ന് പറയുന്നത്? ഇങ്ങനെ പച്ചക്കള്ളം പറയാമോ? ഈ രാജ്യത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന FCRA ലൈസൻസ് ആവശ്യമുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും ഇത് ബാധകമാണ്. ക്രൈസ്തവ സ്ഥാപനങ്ങളെക്കാൾ കൂടുതൽ ഹൈന്ദവ സ്ഥാപനങ്ങളാണ്. കാരണം ഹൈന്ദവരാണ് ഇവിടെ ജനസംഖ്യയിൽ ഭൂരിപക്ഷം. ക്രൈസ്തവനെയും ഹൈന്ദവനെയും മുസൽമാനെയും ജൂതനെയും പാഴ്സിയെയും ഒക്കെ ബാധിക്കുന്ന നിയമമാണിത്. ആ നിയമത്തിൽ ചില ആശങ്കകളുണ്ട് എന്നത് അംഗീകരിക്കുന്നു. എന്നാൽ ഈ നിയമം ക്രൈസ്തവർക്കെതിരെയുള്ളതാണ് എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? ഈ നിയമം എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും ബാധകമാണ്. ഇവിടെ NGO നടത്തുന്നത്, FCRA ലൈസൻസ് ഉള്ളത് ക്രൈസ്തവർക്ക് മാത്രമല്ല, ഹൈന്ദവർക്കും മുസ്ലിമാനും പാഴ്സിക്കും ജൈനനും സിഖുകാരനുമൊക്കെ ഉണ്ട്.
പിന്നെ എന്താണ് ക്രൈസ്തവന്റെ പേര് മാത്രം പറഞ്ഞ് നിങ്ങൾ ഈ ബഹളം വയ്ക്കുന്നത്? ഇതിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ പിടികിട്ടും. ഈ അമേരിക്കയിലെ സായിപ്പന്മാർക്ക് ക്രൈസ്തവരോട് കൂടുതൽ സ്നേഹമുള്ളതുകൊണ്ട് അവർക്ക് വേണ്ടി ചില ഫണ്ട് ഒഴുക്കിയിരുന്നു. അത് തടസ്സപ്പെടുന്നതിൽ വേദന അവർ വ്യക്തമാക്കുന്നു എന്നതാണ് ആദ്യം വെളിപ്പെടുന്നത്. അല്ലെങ്കിൽ പിന്നെ എല്ലാ പൗരന്മാർക്കും എല്ലാ FCR ലൈസൻസ് സംഘടനകൾക്കും ബാധകമായിരിക്കുന്ന നിയമം ക്രൈസ്തവർക്കെതിരെയാണ് എന്നിങ്ങനെ ഉളുപ്പില്ലാതെ പറയാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? രണ്ടാമത് വ്യക്തമാക്കുന്നത്, പൗരത്വ ഭേദഗതി നിയമകാലത്തെ ഇവർ പറഞ്ഞിരുന്നത് മുസ്ലിമിൻ്റെ പേരെടുത്ത് പറഞ്ഞത് പ്രശ്നമാണെന്നാണ്. എന്തിനാണ് പേരെടുത്ത് പറഞ്ഞത്? അയൽ രാജ്യങ്ങളിലെ ന്യൂനപക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? പകരം മുസ്ലിമിനെ മാത്രമില്ല എന്ന് പറഞ്ഞത് വർഗീയതയല്ലേ എന്നാണ് ചോദിച്ചത്. എന്നാൽ അത് വെറും ഒരു വാദമായിരുന്നു എന്ന് ഇപ്പോൾ പിടികിട്ടുന്നു. ഇവിടെ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞിട്ടില്ല, ഇവിടെ ഒരു മതത്തിൻ്റെ പേര് പറഞ്ഞിട്ടില്ല. എന്നിട്ടും ക്രിസ്ത്യാനിയെ വേട്ടയാടുന്നു എന്ന് പറയുന്നതിന് പിന്നിൽ എന്താണുള്ളത്? അപ്പോൾ പിന്നെ അവിടെ മുസ്ലിമിൻ്റെ പേര് പറഞ്ഞതുകൊണ്ടാണ് എന്ന് പറയുന്നത് എന്ത് ന്യായീകരണമാണുള്ളത്? FCR നിയമവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കൂടുതൽ ആവശ്യമാണ്. ഇപ്പോൾ തന്നെ വിദേശത്ത് നിന്നും ഇവിടെയുള്ള സന്നദ്ധ സംഘടനകളിലേക്ക് പണം വരുന്നതിൽ ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട്. ആ നിയന്ത്രണങ്ങളൊക്കെ സ്വാഗതാർഹമാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. ഈ രാജ്യത്തെ ഛിന്ന ഭിന്നമാക്കാൻ FCR ലൈസൻസ് എടുത്താൽ മാത്രം മതിയായിരുന്നു. കഴിഞ്ഞ അരനൂറ്റാണ്ടോളം ആർക്ക് വേണമെങ്കിലും FCR ലൈസൻസ് കിട്ടുമായിരുന്നു. രാഷ്ട്രീയക്കാർക്ക് പണം കൊടുത്താൽ മതിയായിരുന്നു. അങ്ങനെയാണ് ഈ രാജ്യത്തെ മതസംഘടനകൾ വിദേശ ഫണ്ട് സ്വീകരിച്ചത്. അത് ക്രിസ്ത്യാനിയും മുസൽമാനും ഒക്കെ ഉണ്ട്. ഖത്തർ ഫണ്ട് എന്ന പേരിൽ ഇവിടെ എത്തിയിരുന്ന ഫണ്ട് ഒരു പരിധി വരെ ഭീകരപ്രവർത്തനത്തിന് പോലും ഉപയോഗിച്ചിരുന്നു എന്ന് സംശയിക്കപ്പെടുന്നുണ്ട്. ക്രൈസ്തവ സഭകൾ കൈപ്പറ്റിയിരുന്ന പണം കൊണ്ട് അവർ രാജ്യവ്യാപകമായി മതപരിവർത്തനത്തിന് നേതൃത്വം കൊടുത്തു. ഇതൊക്കെ സത്യമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് വിദേശ ഫണ്ട് നിയന്ത്രണം ഇവിടെ ഏർപ്പെടുത്തിയത്. എന്നാൽ അതിര് കവിഞ്ഞ നിയന്ത്രണം മൂലം മര്യാദയ്ക്ക് പ്രവർത്തിക്കുന്ന സംഘടനകൾക്ക് പോലും പണം കിട്ടാത്ത സാഹചര്യമുണ്ട്. അതൊക്കെ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ ശ്രമിക്കുന്നതിന് പകരം ഇവിടുത്തെ മെത്രാന്മാരും സഭാ നേതൃത്വവുമൊക്കെ പാർട്ടികളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് തെരുവിലിറങ്ങിയാൽ ഒരു ഗുണവും ഉണ്ടാവില്ല എന്ന് തിരിച്ചറിയുക. ഒരു പ്രശ്നം പരിഹരിക്കണമെങ്കിൽ സർക്കാരിനോട് ചർച്ച ചെയ്യുകയാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ അമേരിക്കയിലെ ഇന്ത്യ വിരുദ്ധനായ ഒരു സായിപ്പ് എന്തോ പറഞ്ഞത് പൊക്കിപ്പിടിച്ചുകൊണ്ട് ആരും ഇങ്ങോട്ട് വരണ്ട. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളപ്പോൾ തന്നെ FCR നിയമവുമായി ബന്ധപ്പെട്ട് ജിതിൻ K ജേക്കബ് പറഞ്ഞ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. ക്രിസ്ത്യൻ സഭകൾക്ക് പൊതുസമൂഹത്തിൽ ഉണ്ടായിരുന്ന സ്ഥാനം ഇല്ലാതാക്കുന്നത് സഭകളെ നയിക്കുന്ന പുരോഹിത വർഗമാണ്. ഒരു ക്രിസ്ത്യൻ പുരോഹിതനാകാൻ 10 മുതൽ 14 വർഷം വരെ പഠിക്കണം. പല സഭകൾക്കും പലതാണ്. ഇക്കാലയളവിൽ ഇവർ പഠിക്കുന്നത് ബൈബിൾ മാത്രമല്ല, ചരിത്രം, തത്വശാസ്ത്രം, യുക്തിചിന്ത, ധാർമ്മികത, വിദേശ ഭാഷകൾ എന്നു തുടങ്ങി ഭക്ഷണം കഴിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകളും ശീലങ്ങളും അടക്കം പഠിക്കും. അങ്ങനെയുള്ള ഇവരിൽ പലരും സോഷ്യൽ മീഡിയയിലൊക്കെ എഴുതുന്ന വിവരക്കേടുകൾ കണ്ടാൽ നാണക്കേട് തോന്നും. കള്ളപ്പണ ഇടപാട് കേസുണ്ട്, കേസെടുക്കാതിരിക്കാൻ 15 ലക്ഷം രൂപ വേണമെന്ന് തട്ടിപ്പുകാർ ഫോണിൽ കൂടി പറഞ്ഞപ്പോൾ 15 ലക്ഷം രൂപ എടുത്തു കൊടുത്ത ബിഷപ്പുമാരൊക്കെയാണ് നമുക്കുള്ളത്. അനധികൃത കുടിയേറ്റവും നിയമപരമായ കുടിയേറ്റവും എന്താണെന്ന് മനസ്സിലാക്കാൻ വിവരമില്ലാത്ത ഒരു ബിഷപ്പ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ട് പരിഹാസം ഏറ്റുവാങ്ങുന്നത് കഴിഞ്ഞ ദിവസം കണ്ടു. ഇപ്പോഴത്തെ FCR ഭേദഗതി നിയമത്തിനെതിരെ ഇവർക്ക് കേന്ദ്ര സർക്കാരുമായി പിൻവാതിൽ ചർച്ച നടത്തി പരിഹരിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇവർ കരുതി കേരളത്തിലെ ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് കാണിച്ച് പേടിപ്പിക്കാമെന്ന്. കേന്ദ്ര സർക്കാരിന് നേരെ വെല്ലുവിളി, പരിഹാസം, ഭീഷണി അതിപ്പോൾ ഇരവാദമായി മാറി. കേന്ദ്ര സർക്കാർ ആകട്ടെ എന്താണ് FCR നിയമമെന്നും അതുവഴി എന്തൊക്കെ ചെയ്യാമെന്നും കൃത്യമായി ജനങ്ങളിൽ എത്തിക്കാനും ഈ സാഹചര്യം നന്നായി ഉപയോഗിച്ചു. അതോടെ ക്രിസ്ത്യൻ സഭകളുടെ വിശ്വാസ്യതയ്ക്ക് മുഴുവൻ തിരിച്ചടിയാണ് നേരിട്ടത്. വിദേശ ഫണ്ട് വാങ്ങുന്ന ഇന്ത്യയിലെ സംഘടനകൾക്ക് അനുവദനീയമായ 105 പ്രവർത്തകരുടെ പട്ടികയിൽ ഉള്ളത് പ്രകാരം വിദേശ ഫണ്ട് വാങ്ങി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാം, ആശുപത്രികൾ തുടങ്ങാം, അനാഥാലയങ്ങൾ നടത്താം. അങ്ങനെ ഏതുതരം സേവനങ്ങളും തുടർന്നും ചെയ്യാം. ഇതൊന്നും ചെയ്യരുത് എന്ന് കേന്ദ്ര സർക്കാർ ഒരു NGOകളോടും പറഞ്ഞിട്ടില്ല. ഈ നിയമം വിദേശ ധനസഹായം വാങ്ങുന്ന എല്ലാ മതസംഘടനകൾക്കും ബാധകമാണോ? അതെ. ഹിന്ദു, മുസ്ലിം, സിഖ്, ക്രിസ്ത്യൻ ഉൾപ്പെടെ വിദേശ ധനസഹായം വാങ്ങുന്ന എല്ലാ മതസംഘടനകൾക്കും ബാധകമാണ്. വിദേശ പണം കൊണ്ട് ഇന്ത്യയിൽ സ്കൂളുകൾ ആരംഭിക്കുന്നത് അല്ലെങ്കിൽ പ്രവർത്തിപ്പിക്കരുത് എന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞോ? ഇല്ല, ഇനിയും തുടരാം. ആശുപത്രികൾ, അനാഥാലയങ്ങൾ എന്നിവയൊക്കെ ആരംഭിക്കരുത് അല്ലെങ്കിൽ പ്രവർത്തിപ്പിക്കരുത് എന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞോ? ഇല്ല, പറഞ്ഞിട്ടില്ല. ക്രിസ്ത്യൻ സഭകൾ നടത്തുന്ന ഏതെങ്കിലും സേവനങ്ങൾ നടത്തരുത് എന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞോ? ഇല്ല, പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാണ് ഹിന്ദു, മുസ്ലിം, സിഖ് മതവിഭാഗത്തിലടക്കം എല്ലാവർക്കും ബാധകമായ ഈ നിയമത്തിനെതിരെ കേരളത്തിലെ ക്രിസ്ത്യൻ പുരോഹിതർ മാത്രം ഉറഞ്ഞു തുള്ളുന്നത്? കേന്ദ്ര സർക്കാർ പറഞ്ഞത് ഇത്ര മാത്രമേ ഉള്ളൂ. ഒന്ന്, വിദേശത്ത് നിന്ന് കിട്ടുന്ന പണത്തിൻ്റെ കൃത്യമായ കണക്ക് കാണിക്കണം. 2, ലഭിക്കുന്ന വിദേശ ഫണ്ട് എന്താവശ്യത്തിന് ഉപയോഗിക്കുന്നു എന്ന് സർക്കാരിന് അറിയണം.
3 മതപരിവർത്തനം പാടില്ല. നിസ്വാർത്ഥ സേവനം നടത്താനാണെങ്കിൽ സഭകൾക്ക് തുടർന്ന് വിദേശ ഫണ്ട് വാങ്ങാമെന്ന് കേന്ദ്ര സർക്കാർ പറയുമ്പോഴും സഭകൾ ഇങ്ങനെ മോങ്ങുന്നത് മതപരിവർത്തനം നടത്താൻ പാടില്ല എന്ന ക്ലോസ് നിയമത്തിലുള്ളതുകൊണ്ടാണ്. രണ്ടാമതായി, വിദേശ സംഭാവന നിയന്ത്രണ നിയമം പ്രകാരം ലഭിക്കുന്ന തുകയുടെ 20% മാത്രമാണ് ഭരണപരമായ ചെലവുകൾക്ക് ഉപയോഗിക്കാൻ അനുവാദമുള്ളത്. അതായത് വക മാറ്റാൻ പറ്റില്ല എന്നതാണ് ഇവരെ കുണ്ഠിതപ്പെടുത്തുന്നത്. അതായത് ക്രിസ്ത്യൻ സഭകൾ നടത്തുന്ന സേവനങ്ങൾ എല്ലാം ലക്ഷ്യം വയ്ക്കുന്നത് മാനവകുലത്തിൻ്റെ നന്മയോ പുരോഗതിയോ ഒന്നുമല്ല, മറിച്ച് മതപരിവർത്തനം എന്ന ഒറ്റ ലക്ഷ്യം മാത്രമാണ് സഭകൾ എന്ന് തുറന്നു പറയുകയാണ്. നിസ്വാർത്ഥ സേവനമാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്ന് സഭകൾ ഇനിയും എങ്ങനെ പറയാൻ സാധിക്കും? അപ്പോൾ ക്രിസ്ത്യൻ സഭകൾ കൊട്ടിഘോഷിക്കുന്ന പാവങ്ങൾക്ക് വേണ്ടിയുള്ള സേവനം എന്നത് വെറും മറ മാത്രമാണോ? ലക്ഷ്യം മതപരിവർത്തനമാണ്. അതാണ് ഇപ്പോൾ തുറന്നു കാട്ടപ്പെടുന്നത്. കേരളത്തിൽ നിന്ന് കോൺഗ്രസ് രാഷ്ട്രീയം കളിക്കുന്ന മണ്ടന്മാരെ മെത്രാന്മാർ ചെയ്യേണ്ടിയിരുന്നത് കേന്ദ്ര സർക്കാരുമായി പിൻവാതിൽ ചർച്ചകൾ നടത്തി സമവായത്തിലെത്തുകയായിരുന്നു. അപ്പോൾ നിങ്ങൾ രാഷ്ട്രീയം കളിക്കാൻ പോയി, മോദിയെ ഭീഷണിപ്പെടുത്താനും പരിഹസിക്കാനും പോയി. ഇതിപ്പോൾ എന്താണ് FCR നിയമം എന്ന് കൃത്യമായി ജനങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്തു. ക്രിസ്ത്യൻ സഭകളുടെ സേവനം മതപരിവർത്തനത്തിന് വേണ്ടിയുള്ള ഒരു മറ മാത്രമാണ് എന്ന് ക്രിസ്ത്യൻ സഭകളെ കൊണ്ട് തന്നെ തുറന്നു കാട്ടുകയും ചെയ്തു. ആളറിഞ്ഞു വെല്ലുവിളിക്കണം. കേരളത്തിൽ പോലും BJPക്ക് അതിന് 30 ലക്ഷം വോട്ടുകൾ ഉണ്ട് എന്നോർക്കണം. നിങ്ങളെ കൊണ്ടുവന്നും കൂട്ടിയാൽ കൂടില്ല പിതാക്കന്മാരെ. നിങ്ങൾ ഇത്രയും വിഡ്ഢികളായി പോയോ? അല്പസ്വല്പം ദീർഘവീക്ഷണമില്ലേ നിങ്ങൾക്ക്? ഞങ്ങൾ നടത്തുന്ന നിസ്വാർത്ഥ സേവനങ്ങൾ എന്ന് സ്ഥിരം ക്ലീഷേ ഇനി പറയുമ്പോൾ പൊതുസമൂഹം ക്രിസ്ത്യൻ സമൂഹത്തെ നോക്കി പരിഹസിക്കും. സഭാ നേതൃത്വത്തിന് വിവരം വയ്ക്കാനാണ് ക്രിസ്തുമത വിശ്വാസികൾ പ്രാർത്ഥിക്കേണ്ടത്.